അനന്തരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. ദൈവമായ കർത്താവേ, നിന്റെ ജീവന്റെ വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് വിനയത്തോടെ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാത്രത്തിൽ വെള്ളമൊഴിച്ച് നിന്റെ സത്യശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നതനുസരിച്ച് ഞങ്ങളും പരസ്പരം കഴുകി നിന്റെ മാതൃക നിർവഹിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. വിനയത്തിന്റെയും മാതൃക എല്ലാ യഥാർത്ഥ ശിഷ്യന്മാരുടെയും ഇടയിൽ സ്ഥിരപ്രതിഷ്ഠിതമായി തീർന്നിരിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വിനയത്തിൽ സാദൃശ്യപ്പെടുവാനും നിന്റെ വത്സലന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുവാനും ഈ വെള്ളം മൂലം സകല പാപമാലിന്യത്തിൽ നിന്നും കഴുകപ്പെടുവാനും കരുണയോടെ ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വക്കൂല സുബാൻഡവൽമേ. പിതാവിനോടും ഗുഹായോടും കൂടെ സ്വർഗത്തിൽ മാലാഖമാരുടെ സേനകളാൽ സ്തുതിക്കപ്പെടുന്നവരുമായി നീ നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ചു വരികയും തന്റെ വിശുദ്ധ തോടിന്മേൽ അതിനെ വഹിച്ച് എന്റെ പിതൃഭവനത്തിലേക്ക് അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കർത്താവേ, ഇപ്പോൾ കഴുകുന്നവരും കഴുകപ്പെടുന്നവരുമായ നിന്റെ ദാസരായ ഞങ്ങളെല്ലാവരെയും വിശ്വാസപൂർവ്വം ഈ വെള്ളത്തിൽ
കൊണ്ട് സ്പർശിക്കുന്ന സകലരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിന്റെ ദൈവമേ, പാപമാലിന്യങ്ങളും എല്ലാവിധ നിയമലംഘനങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. അനന്തരം യേശു തമ്പുരാൻ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തന്റെ അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുവത്തുവാനും തുടങ്ങി. ും
നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെളിപ്പാലും വിശുദ്ധിയാലും തമ്പുരാനും പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. കഴുകിക്കളയുകയും നിന്നെയും നിന്റെയും കൂടെ ഞങ്ങളെല്ലാം ആത്മാവിനും ചേർന്ന സത്യത്തിലും ചെയ്യുമാറാകട്ടെ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുളച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെളിപ്പാടും വിശുദ്ധിയാൻ പ്രീതികരമായ ജീവിതം ചെയ്യുമാറാകട്ടെ.
കഴുകിക്കളയുകയും എന്നെ നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ആത്മാവിനും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും കൊടുത്തു കളയട്ടെ. എന്നെ നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും ശിവാതമ്പരാനും പ്രീതികരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാകുകയും ചെയ്യുമാറാകട്ടെ. ആത്മാവിനും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് ഞങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. പിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും തമ്പുരാനും പ്രീതികരമായ ജീവിതത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നീട് അറിയും. അവിടുന്ന് ഒരിക്കലും എന്നെ കാലം കഴുകരുത്. ഞാൻ കഴുകാതിരുന്നാൽ എന്നോടൊരുമിച്ച് നിനക്ക് പങ്കുണ്ടാകുകയില്ല. അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല കൈകളും തലയും കൂടി കഴുകണമേ. കുളിച്ചവനെ കാലുകൾ മാത്രമല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അവൻ സർവാംഗ ശുദ്ധനാകുന്നു, നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു. എങ്കിലും എല്ലാവരും അങ്ങനെയല്ല. കൽപ്പിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളിൽ എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെയാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി തന്നെ.
ആകയാൽ നിങ്ങളുടെ കർത്താവ് ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലി കഴുകുവാൻ എത്രമാത്രം കടപ്പെട്ടവരാകുന്നു. ഞാൻ നിങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിപ്പാനായിട്ട് ഈ ദൃഷ്ടാന്തത്തെ ഞാൻ നൽകിയിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയ ഭൃത്യനില്ല, അയച്ചവനേക്കാൾ വലിയ അയക്കപ്പെട്ടവനുമില്ല. ഇത് നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് എല്ലാവരെയും കുറിച്ചുമല്ല പറയുന്നത്, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷേ എന്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തി എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിക്കേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നു അവനെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടുന്നതിനായിട്ട് സംഭവിക്കുന്നതിന് മുൻപേ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഭാഗ്യവാന്മാരായ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ ഇപ്രകാരം സ്നേഹപൂർവ്വം പരസ്പരം കാലി കഴുകുവിനെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചു. കർത്താവേ, ആ കർത്തകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും പരസ്പരം കാൽ കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും ഞങ്ങളുടെ ശരീരാത്മാക്കൾ വസിക്കുകയും അവന്റെ കൃപ ഞങ്ങളിൽ ആവസിക്കുകയും ചെയ്യണമേ. അവന്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണരാക്കപ്പെടുകയും അവന്റെ ദയവ ഞങ്ങൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. Dev
ഈ കാലഘട്ട ശുശ്രൂഷയിലും സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി കൊണ്ടുപെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയെയും ആശ്വസിപ്പിച്ച് കൊണ്ടുപെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കട്ടെ, ആക്കി തീർക്കുമാറാകട്ടെ. ധന്യമായ